വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയാണ് മുരിങ്ങയില. അത് ഉപയോഗിച്ച് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പല വിഭവങ്ങളും തയ്യാറാക്കാറുണ്ട്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ട് അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടി റെസിപ്പിയാണ്. ആദ്യം അതിനായിട്ട് മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വെയിലത്ത് ഉണക്കിയെടുക്കാം. അതുകൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉഴുന്ന്, കറിവേപ്പില, എരിവിനാവശ്യത്തിന് ഉണക്കമുളക്, ജീരകം, കായപ്പൊടി. ആദ്യം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓരോന്നായിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ആദ്യം മുരിങ്ങയില ഇട്ട് ലോ ഫ്ലെയിമിലാക്കി കരിഞ്ഞു പോവാതെ നല്ലോണം ഇതുപോലെ വറുത്തെടുക്കാം. മുരിങ്ങയില വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഉഴുന്ന് വറുത്തെടുക്കാം. ഒട്ടും കരിഞ്ഞു പോവാതെ തന്നെ വറുത്ത് മാറ്റണം. ഇനി കറിവേപ്പിലയും ഉണക്കമുളകും വറുത്തെടുക്കാം. നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉണക്കമുളക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ടെക്സ്ചർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് മാറ്റുന്നത്. ഇനി ഒരല്പം ജീരകം കൂടി ഇതുപോലെ വറുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് എല്ലാം വറുത്ത് മാറ്റി. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം ഉഴുന്നും ജീരകവും പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് കറിവേപ്പിലയും മുരിങ്ങയിലയും ഉണക്കമുളകും ഇട്ട് ആവശ്യത്തിന് കായപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുമ്പോഴേക്കും നല്ല ഫൈനായിട്ടുള്ള പൗഡർ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. മുരിങ്ങയിലയുടെ ഒരു കുത്തുന്ന ചൊവയൊന്നും ഇതിലെടുക്കില്ല. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിപ്പൊടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് റാഗി ദോശ ഉണ്ടാക്കാം. നമ്മൾ മുരിങ്ങയിലയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് റാഗി. നമുക്ക് കൊളസ്ട്രോൾ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനും ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് റാഗി. അപ്പോൾ അതുപയോഗിച്ച് നമ്മൾ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ റാഗി ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. റാഗി ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് അരയ്ക്കുന്ന വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിലോട്ട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച മുരിങ്ങയില ചട്നിപ്പൊടി ഇതുപോലെ ഇതിൻ്റെ ദോശയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ സെപ്പറേറ്റ് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. നമ്മുടെ റാഗി ദോശയും റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.